ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു മീൻകറി വെക്കുന്ന വീഡിയോ ആണ്. തേങ്ങ അരച്ച കിളിമീൻ കറിയാണ് വെക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ട് മൂത്ത് വരണം. അതായത് കളർ അങ്ങനെ മാറേണ്ട, ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ചെറുതായി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളാണ് ഇടുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ഇടുന്നത്. ആ ഇട്ട സമയം എനിക്ക് നല്ല സമയമായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ എൻ്റെ അതിന് താഴെ പോയി. ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് ഉപ്പൊഴിച്ച് ബാക്കി 3 പൊടിയും കൂടെ ഒന്നുകൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒന്നുകൂടെ മൂപ്പിക്കാൻ അടുപ്പേ വെച്ചത്. നന്നായിട്ട് മൂത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അത് ആറാൻ വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉലുവയാണ് ആദ്യം പൊട്ടിക്കുന്നത്. ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞതാണ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ആകണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ അരപ്പ്, നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുത്തത് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. പുളി ഞാനിവിടെ വാളംപുളി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കുടംപുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ വാളംപുളി ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ വാളംപുളി ഒഴിച്ചത്. വാളംപുളി ഒഴിച്ച് പിന്നെ ആ പാത്രത്തിന് ഒരു 2 പാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചു. ഇവിടെ ചാറാക്കട്ടെ എല്ലാവർക്കും വേണ്ടത്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണം ഇടുകയാണ്. മീൻ കഷ്ണം പേരിനെ ഇടുന്നുള്ളൂ. ഒരു 5-6 കഷ്ണം മീനെ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ മീൻ അങ്ങനെ അതായത് മീൻ കറിയിലെ മീൻ ആരും കൂട്ടത്തില്ല. എല്ലാവർക്കും മീൻ വറക്കുന്നതിനോടാണ് താല്പര്യം. പിന്നെ മീൻകറിയിലെ ചാറാണ് എല്ലാവരും കൂട്ടുന്നത്. അപ്പോൾ അതും വിട്ട് നമ്മൾ മീനിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വേറൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി നമ്മൾ ഇതിലാണ് കടുക് പൊട്ടിച്ച് ചേർക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി കുറച്ച് ചുവന്നുള്ളി മാറ്റി വെച്ചിട്ടുണ്ടാകും അരിഞ്ഞത്. ആ ചുവന്നുള്ളിയും കറിവേപ്പിലയിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കും. ആ മൂപ്പിച്ചതിലേക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ വറ്റൽമുളക് വിട്ട് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആക്കിയെടുത്ത് അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വാങ്ങി വെച്ചിരിക്കുന്ന മീൻകറിക്കകത്തോട്ട് ഒഴിച്ച് മൂടി വെക്കും. അപ്പം ഇത് ഇത്രയും ഇനി നമ്മൾ ഇളക്കത്തില്ല കേട്ടോ. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കത്തില്ല. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഉപ്പും എല്ലാം നോക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ മൂടി വെക്കത്തേ ഉള്ളൂ. ഇത് നാളെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല പുളി ഉപ്പും